കേരളത്തിൽ ബിജെപിയുടെ പരിപ്പൊന്നും വേവാൻ പോകുന്നില്ല, വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേപ്പോട്ട് നോക്കിയിരിക്കുന്നത് അത്ര ശുഭകരമൊന്നുമല്ല. എന്റെ നിയമസഭയിലേക്ക് ഒരു ബിജെപിക്കാരനെയും ഞാൻ കടത്തിവിടില്ല എന്ന് പറഞ്ഞ് പിണറായിയുടെ നിയമസഭയിലാണ് ഒ രാജഗോപാലിനെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ബിജെപി കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ജാഗ്രത പുലർത്തണം. കാരണം ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് 1000-ഓളം പേർ ബിജെപിയിലേക്ക് കേരളത്തിൽ നിന്ന് പുതുതായി ചേർന്നു എന്നുള്ളതാണ്. അതും പിണറായിയുടെ ഉരുക്കുകോട്ടയിൽ നിന്ന്. സുരേന്ദ്രന്റെ പദയാത്രയുടെ കണ്ണൂരിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 1000-ഓളം പേർ വിവിധ പാർട്ടികളിൽ നിന്നും ബിജെപിയിലേക്ക് ചേരുമെന്നാണ് ഇവർ പരിപാടിയിൽ വെച്ച് അംഗത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതും കണ്ണൂർ ജില്ലയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ജനുവരി 29-ന് കണ്ണൂരിൽ പര്യടനം നടത്തുമെന്ന് NDA നേതാക്കൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നാണ് പദയാത്രയുടെ മുദ്രാവാക്യം. ദക്ഷിണ ഇന്ത്യ എങ്ങനെയെങ്കിലും ചാക്കിട്ട് പിടിക്കാമെന്ന് കരുതുന്ന ബിജെപിക്ക് കേരളത്തിൽ നല്ല നോട്ടമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് മോദിയെ 2 ആഴ്ചക്കിടയിൽ 2 വട്ടം ഇവിടെ എത്തിച്ചതും. തൃശൂരും തിരുവനന്തപുരം പത്തനംതിട്ടയും പാലക്കാടുമൊക്കെ അവർ നോട്ടമെറിയുകയും ക്രിസ്തീയ ന്യൂനപക്ഷത്തെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് 1000 പേർ കണ്ണൂരിൽ നിന്ന് ബിജെപിയിലേക്ക് എന്ന് സുരേന്ദ്രൻ അടക്കമുള്ളവർ പറയുന്നത്. ഇതൊക്കെ കോൺഗ്രസ് ആയെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കേരളം ഒരു UP ആയി മാറുമെന്നല്ല, ഒരു സീറ്റ് പോലും കേരളത്തിൽ നിന്ന് ബിജെപിക്ക് കൊടുക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നത്.